നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് റിലേഷൻ തെറാപ്പിനെ പറ്റിയാണ്. ഇത് ഇഗ്നോയുടെ സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തെറാപ്പിയാണ്. ഇത് നമ്മുടെ ഇഗ്നോയുടെ ടെസ്റ്റിനകത്ത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് മെത്തേഡായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, കപ്പിൾ തെറാപ്പി അല്ലെങ്കിൽ ഫാമിലി തെറാപ്പി, അവിടെ പിന്നെ കുട്ടികളുടെ കേസുകളിലൊക്കെ വ്യാപകമായിട്ട് ഈ ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ച് ഉപയോഗിച്ച് കാണാറുണ്ട്. ചില ഏരിയകളിൽ ചില സൈക്കോളജിസ്റ്റുകൾ ഈ ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചിനെ ബേസ് ചെയ്ത് മാത്രം വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തെറാപ്പിയിലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു തെറാപ്പി സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പി ആയിട്ടുള്ള ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ്. ഇത് ഈ ഒരു തെറാപ്പിയിൽ നിന്ന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല അപ്രോച്ചുകളും അല്ലെ തിയറീസും പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് തെറാപ്പി അല്ലെ അറ്റാച്ച്മെൻറ്റ് തിയറി, ഈ ഒരു തെറാപ്പീനെ ബേസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് കൺസെപ്റ്റ് അല്ലെ ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് 4 തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് മെലാനി ക്ലെയിൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രോയിഡിൻ്റെ തിയറീനെയാണ് ബേസ് ചെയ്താണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ട് തന്നെ ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം സിമിലാരിറ്റീസ് നമുക്ക് തോന്നാറുണ്ട്. എങ്കിൽ കൂടിയും ഒരുപാട് ഡിഫറൻസും ഇതിനകത്തുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഫ്രോയിഡിൻ്റെ തിയറിയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഒന്നാമതായിട്ടാണ് ഇത് എംഫസൈസ് ചെയ്യുന്നത് ഏർലി റിലേഷൻഷിപ്പ് ഇൻ ദി കെയർ ഗീവേഴ്സ്. അതാണ് നമ്മുടെ പേഴ്സണാലിറ്റിനെ ഷേപ്പ് ചെയ്യുന്ന കാര്യമായിട്ടാണ് ഈ ഒരു തെറാപ്പി പറയുന്നത്. അതായത് നമുക്ക് 2 തരത്തിലുള്ള ജനനമുണ്ടെന്ന് ഈ തെറാപ്പി പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ സൈക്കോളജിക്കൽ ബർത്ത്, 2 എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ ബർത്ത്. ഫിസിയോളജിക്കൽ ബർത്ത് നമ്മൾ ഡെലിവറി ആവുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്നതാണ്. സൈക്കോളജിക്കൽ ബർത്ത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഈ 1 മുതൽ 3 വയസ്സ് വരെയുള്ള പീരീഡിൽ, 1ാമത്തെ വയസ്സല്ല, ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള പീരീഡിൽ നമ്മുടെ കെയർ ഗീവറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വഴിയാണ് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ബർത്ത് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ റിലേഷൻഷിപ്പിനാണ് കുറേ കൂടി ഈ ഒരു തെറാപ്പി പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇനി അടുത്താണ് ജെൻഡറിനെ സംബന്ധിച്ച കൺസെപ്റ്റ്. ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോ അനാലിസിസ് പറയുന്നത് എന്താണ്, നമുക്കൊരു ജെൻഡർ ബയോളജിക്കലാണ്, പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് കുറേ കൂടി മാറ്റങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ്. സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ഒബ്ജക്റ്റ് റിലേഷൻ തെറാപ്പിക്കകത്ത് പറയുന്നത്. അതായത് നമ്മുടെ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ, മദറുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റീനെ നിർണ്ണയിക്കുന്നതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു തെറാപ്പി പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അസംഷനിലേക്ക് പോകാം. ഇതെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നു. അതായത് കെയർ ഗീവറുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നു. ബാക്കിയുള്ള തെറാപ്പികളെല്ലാം തന്നെ കുറച്ചും കൂടെ ഫാദറിനാണ് അല്ലെങ്കിൽ മെയിൽസിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് നൽകുന്നതെങ്കിൽ ഈ ഒരു തെറാപ്പി ഫീമെയിൽസിന് അല്ലെങ്കിൽ മദറിനാണ് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് നൽകുന്നത്. അതായത് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അവൾ ഏറ്റവും അധികം ഇൻട്രാക്ട് ചെയ്യുന്നത് അമ്മയായിട്ടാണ്. ഈ അമ്മയിൽ നിന്നാണ് പ്രധാനമായിട്ടും കുട്ടി നല്ല ചീത്ത ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം സെൽഫിനെ സംബന്ധിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നത്, ഒരു ഇൻഡിവിജ്വലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കെയർ ഗീവറുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഈ ഒരു തെറാപ്പി ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അടുത്താണ് വ്യൂ ദി സെൽഫ് ആസ് എ ഫോംഡ് ത്രൂ ദി ഇൻറ്റേർണലൈസേഷൻ ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അതായത് നമ്മളെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് നമ്മൾ രൂപീകരിക്കുന്നത് ഈ മറ്റൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വിചാരിക്കുക, ഓക്കെ എന്നെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളാണ് എന്ന് വിചാരിക്കും. അല്ല, ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ പിന്നീട് ബാക്കി എല്ലാ കാര്യങ്ങളെയും കാണുന്നത്.
ഇപ്പം കപ്പിൾ തെറാപ്പിക്കെല്ലാം തന്നെ ഈ കപ്പിൾസിനിടയിലുള്ള ചില അറ്റാച്ച്മെൻറ്റ് പ്രശ്നങ്ങളുണ്ടാകും. ആ അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് അവരുടെ ഏർലി ലൈഫിലുണ്ടാകുന്ന ഈ അമ്മയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് നമ്മൾ ഗുഡ് ഏത് ബാഡ് ഏത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻറ്റേർണലൈസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ സംബന്ധിച്ചുള്ളൊരു ബോധം അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഇൻറ്റർനലൈസ് ചെയ്യുന്നത് ഈ ഒരു ബോണ്ടിലൂടെയാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ദി ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയറമെൻറ്റ്. അതായത് ഇൻറ്റേർണൽ എന്ന് പറയുമ്പം ഈ ഒരു തെറാപ്പി നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള പ്രീ ഡിസ്പോസിഷൻസിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമായാൽ ഡെവലപ്മെൻറ്റ് നടക്കത്തില്ല. പകരം എന്താണ് വേണ്ടത്? നമ്മുടെ റിലേഷൻഷിപ്പുകളും കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളും വേണമെന്നാണ് ഈ ഒരു തെറാപ്പി പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തെറാപ്പി പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഒരു 0 മുതൽ അല്ലെങ്കിൽ ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിൽ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്പിയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ എങ്കിൽ കൂടിയും നമ്മുടെ ടെക്സ്റ്റിനകത്ത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ തരം വിഷയങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല. വളരെ ചുരുക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വിട്ടുപോയിട്ടുള്ള നമ്മുടെ ഇഗ്നോയുടെ ടെസ്റ്റിനകത്ത് വിട്ടുപോയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു തെറാപ്പിക്കകത്ത് ഡെവലപ്പ് ചെയ്യണം അല്ലെ പഠിക്കണം കൂടുതൽ അറിയണം എന്ന് തോന്നുവാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്, ബുക്കുകൾ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതിനും കൂടെ ഉപകരിക്കും എന്ന വിധത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏതായാലും നമുക്ക് വീണ്ടും കാര്യത്തിലേക്ക് വരാം. അടുത്തെന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫസ്റ്റ് 3 years ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് ഐഡൻറ്റിറ്റി. അതായത് 0 മുതൽ അല്ലെങ്കിൽ ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മൾ നമ്മുടെ സെൽഫിനെ സംബന്ധിച്ചും നമ്മുടെ ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ സംസാരിക്കാം. അപ്പോൾ ആദ്യം നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കുക, ഈ ഒരു പീരീഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. പിന്നെ ഫോർമേഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ്, അതായത് കെയർ ഗീവറുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ, അതാണ് നമ്മുടെ ഒരു ബേസായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസായിട്ട് നിൽക്കുന്നത് ഈ കെയർ ഗീവറുമായിട്ടുള്ള നമ്മൾ എർലി ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ ആണ്. അപ്പം ഈ ഒരു അറ്റാച്ച്മെൻറ്റ് പാറ്റേൺ ജനനം മുതൽ 3 വയസ്സ് വരെയാണ് സംഭവിക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രായത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് നൽകുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസേഷൻ. ഈ ഒരു പ്രായത്തിൽ നടക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് ഇൻഡിവിജ്വലൈസേഷൻ. അതായത് കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മദർ ഏത് ഞാനേത് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ആ ഒരു പീരീഡ്. പിന്നീട് ഈ ഡിഫറൻഷിയേഷൻ ഉണ്ടാവുന്നത് ഒരു 6 മാസത്തിന് ശേഷമാണ് പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ആ ഡിഫറൻഷിയേഷനാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡിവിജ്വലൈസേഷനിലേക്ക് പോകുന്നത്. അതായത് ഞാൻ വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് വേറെ കുറേയധികം കാര്യങ്ങളുണ്ട്, അമ്മ വേറെയാണ് ഞാൻ വേറെയാണ് എന്നുള്ള നിലയിലേക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്നത് പിന്നീടാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഇഗ്നോയുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിംബിയോട്ടിക് സ്റ്റേജും അതുപോലെ തന്നെ ഇൻഡിവിജ്വലൈസേഷനും. സിംബിയോട്ടിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജനനം മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡിനാണ് സിംബിയോട്ടിക് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഇൻഫൻറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കെയർ ഗീവറിൻ്റെ സെൽഫും കുട്ടിയുടെ സെൽഫും ഒന്നാണെന്നുള്ള, അതായത് കെയർ ഗീവറും കുട്ടിയും രണ്ടുപേരും രണ്ടാണെന്നുള്ള ഒരു ബോധം കുട്ടിക്കുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ കുട്ടി കെയർ ഗീവറായിട്ടുള്ള, അതായത് അമ്മയോട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കും. അമ്മയുടെ മൂഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് കുട്ടിയും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും അതിനോടൊക്കെ. അപ്പം അങ്ങനെ ഒരു പീരീഡും കൂടിയാണ് ഈ ഒന്നാമത്തെ പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ്, കെയർ ഗീവറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുട്ടീനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കെയർ ഗീവർ എപ്പോഴും അമ്മ എപ്പോഴും അടുത്തുണ്ടാവണം,
വേണ്ട വിധത്തിലുള്ള അറ്റൻഷൻ കുട്ടിക്ക് കൊടുക്കണം. കെയർ ഗീവറായിട്ടുള്ള അമ്മ ആ കുട്ടിക്കൊരു സെക്യൂറായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കുറേയധികം കണ്ടീഷൻസ് അമ്മമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഈ ഒരു പീരീഡിൽ. പിന്നെ അടുത്ത സ്റ്റേജാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതൊരു 6 മാസം മുതൽ 2 വർഷം വരെ നീണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. അതായത് ഈ ഒരു പീരീഡിലാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അമ്മയുടെ സെൽഫും എൻ്റെ സെൽഫും വേറെതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്, ഞങ്ങൾ ഒന്നല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് കുട്ടി വരുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അതോടൊപ്പം തന്നെ മോട്ടോർ സ്കില്ല് മോട്ടോർ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുട്ടി കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഈ ഒരു പീരീഡിൽ. അതുകൊണ്ട് പിന്നെ കുട്ടിക്ക് ഈ ഒരു പീരീഡ് അനുഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലഷറും ഫ്രസ്ട്രേഷനും ഒരേ സമയം തന്നെ അനുഭവിക്കും. കാരണം ഇതൊരു സെപ്പറേഷൻ പീരീഡാണ്. അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള, അമ്മയുടെ അടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ സെക്യൂറായിട്ട്, വളരെ അറ്റാച്ച്ഡ് ആയിട്ട്, വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു പീരീഡാണ് ഒരു 6 മാസത്തിന് മുമ്പുള്ള പീരീഡ്. അതിനുശേഷം സ്വതന്ത്രനാവണം. പക്ഷേ സ്വതന്ത്രനാവുമ്പോൾ കൂടിയും ഇൻഡിപെൻഡൻ്റ് ആവണം. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ കൂടിയും അമ്മയിൽ നിന്ന് ആ ഒരു സെക്യൂർ ഫേസിൽ നിന്ന് വേറിട്ടും പോകണം, അല്ലെങ്കിൽ മാറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഫ്രസ്ട്രേഷനും അതുപോലെ തന്നെ ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷറും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പീരീഡും കൂടിയാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ സെൻസ് ഓഫ് സെൽഫ് എമർജ്ഡ് ആൻഡ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ഒരു സെൽഫിനെ സംബന്ധിച്ചുള്ള സെൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. അപ്പോൾ ഈ ഒരു പീരീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി, അതായത് വിട്ടുപോകുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി അനുഭവപ്പെടും അമ്മയിൽ നിന്ന് വിട്ടുപോകുമ്പം. പിന്നീട് അവരുടെ ആ ഇമോഷണൽ സാധനങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ മടങ്ങി വരും. എന്നിട്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു ബന്ധം വീണ്ടും ആ ഒരു ഇമോഷണൽ റീഫില്ലിങ് നടത്തുന്നത് തിരിച്ചു വരവിലൂടെ. അങ്ങനെ പോയി വന്നുമാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് അമ്മ കുറേ കൂടി ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുകയാണെങ്കിലൊക്കെ അത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മൾ പറഞ്ഞു, ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ബയോളജിക്കലി മാത്രമല്ല, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ കൂടിയാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മുടെ ഏർലി ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു 6 മാസത്തിന് മുമ്പുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടി വിചാരിക്കുന്ന അമ്മയും ഞാനും ഒന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ എന്താണ് ജെൻഡർ അതാണ് ഞാനും. അതായത് അമ്മ ഫീമെയിലാണ്, അതുകൊണ്ട് കുട്ടി ഫീമെയിലാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഫീമെയിലാണ്, അല്ലെങ്കിൽ ഫെമിനിനാണ് ആ ഒരു സമയത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. പിന്നീട് വരുമ്പോഴത്തേക്ക് കുട്ടി തിരിച്ചറിയുന്നു, ഓക്കെ വ്യത്യാസം ഉണ്ടെന്ന് തിരിച്ചറിയുമ്പം ഈ ഒരു ഫെമിനിറ്റി റിപ്രസ് ചെയ്യുകയും പിന്നെ മസ്കുലിനിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയും ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ചെയ്യുന്നത് ഡിനയൽ ഓഫ് മെറ്റേണൽ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് അമ്മയായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനെ അത് ഡിനൈ ചെയ്യുന്നു. പിന്നെ വുമണാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ള നിലയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു, പല പ്രശ്നങ്ങളുടെ കാരണമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഡിഫെൻസ് മെക്കാനിസം എന്ന നിലയിൽ സ്ത്രീകളെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കുട്ടി ആ മസ്കുലിനിറ്റി ട്രേറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അടുത്താണ് ഓക്കെ, പക്ഷേ ഇതേ സമയം പെൺകുട്ടികളാണ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് അവർക്ക് കുറേ കൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രീഡത്തെ അവർ ഈ ഒരു ക്ലോസ് റിലേഷൻഷിപ്പിന് വേണ്ടി ഇല്ലാതാക്കുന്നു എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇതിൻ്റെ ഒരു തിയറിയുടെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, നമ്മുടെ പേഴ്സണാലിറ്റീനെ ലാർജ്ലി ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ ഏർലി ഇൻട്രാക്ഷൻ വിത്ത് കെയർ ഗീവേഴ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കെയർ ഗീവർ എന്ന് പറയുന്ന ആളും പോലും ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ സൊസൈറ്റിയുടെ നോംസും വാല്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കെയർ ഗീവേഴ്സിനുണ്ട്. ഈ കെയർ ഗീവേഴ്സിൻ്റെ ഇൻട്രാക്ഷനിലും ഈ നോംസും വാല്യൂസും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോംസിൻ്റെയും കാര്യങ്ങളിലെയൊക്കെ ഒരു ട്രാൻസ്മിഷനും കൂടി ഈ ഒരു പീരീഡിൽ ഉണ്ടാവുന്നുണ്ട്. അത് അറിയാതെ നടക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്കിനി ഇത്രയാണ് നമ്മുടെ ഇഗ്നോയുടെ ടെസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന് പറഞ്ഞാൽ,
ഇനി നമുക്കിത് കൂടാതെ ചില അഡീഷണൽ പോയിൻറ്റുകളും കൂടെ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യമാണ് ഡിഫെൻസ് മെക്കാനിസം. അതായത് ഈ ഒരു പീരീഡിൽ ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള പീരീഡിൽ കുട്ടി പല രീതിയിലുള്ള ഡിഫെൻസ് മെക്കാനിസംസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഡിനയലുണ്ട്, അതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഉണ്ട്, പ്രൊജക്ഷനുണ്ട്, ഇൻട്രോജക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പീരീഡിൽ ചില ഡിഫെൻസ് മെക്കാനിസം എന്ന നിലയിൽ കുട്ടി അറിയാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്താണ് ഇൻറ്റേർണലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് കെയർ ഗീവറാണ് നമ്മുടെ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് റിലേഷൻ തെറാപ്പി ആണല്ലോ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് നമ്മൾ കെയർ ഗീവറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഫിഗറിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആ കുട്ടി ചുമ്മാ ലേൺ ചെയ്തെടുക്കുകയല്ല, ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ആദ്യമുണ്ടാകുന്ന ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഗുഡ് ഓർ ബാഡ്, അതായത് കൃത്യം തിയറി അനുസരിച്ച് പറയുകയാണെങ്കിൽ ഗുഡ് ബ്രസ്റ്റ്, ബാഡ് ബ്രസ്റ്റ്. അതായത് കുട്ടിക്ക് വിശക്കുകയാണെങ്കിൽ പാല് കിട്ടുന്നു എന്നാണെങ്കിൽ അതാണ് ഗുഡ് ബ്രസ്റ്റ്, പാല് കിട്ടുന്നില്ലെങ്കിൽ അത് ബാഡ് ബ്രസ്റ്റ് എന്നുള്ള നിലയിലാണ് കുട്ടി കാണുന്നത്. ആ കുട്ടിയുടെ ഫിസിയോളജിക്കൽ നീഡ് എന്താണോ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ല ഗുഡും, അതിനെ സാറ്റിസ്ഫൈ ചെയ്യാത്തല്ല ബാഡും. വിശന്നിരിക്കുകയാണെങ്കിൽ ഫുഡ് കിട്ടുവാണെങ്കിൽ ഗുഡ്, വിശന്നിരിക്കുമ്പോൾ ഫുഡ് കിട്ടുന്നില്ല അത് ബാഡ്. ആ ഒരു സാധനം ഇതിൻ്റെ ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ മെൻ്റൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഇൻറ്റേർണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, internalization in the object relation therapy refers to the unconscious psychological process where the child incorporate mental representation of significant caregivers into their internal world. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആ കെയർ ഗീവറിനെ ആ കുട്ടിയുടെ ഇൻറ്റേർണൽ വേൾഡിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഇൻട്രോജെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോജെക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻട്രോജെക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് ഈ എക്സ്റ്റേണലായിട്ട് നിൽക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ ആ കുട്ടിയുടെ ഒരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻട്രോജെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോജെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഓഫ് ദെയർ കെയർ ഗിവേഴ്സ്. ഓക്കെ, അതായത് കുട്ടി കെയർ ഗീവേഴ്സിൻ്റെ ക്വാളിറ്റിയും ബിഹേവിയറും ആറ്റിറ്റ്യൂഡൊക്കെ ഇൻറ്റേർണലൈസ് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത്. ദീസ് ഇൻറ്റേർണൽ ഒബ്ജക്ട്സ് ബിക്കം ബിൽഡ് ബ്ലോക്സ് ഫോർ ദി ചൈൽഡ്സ് ഡെവലപ്പിംഗ് സെൻസ് ഓഫ് സെൽഫ് ആൻഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേഷൻഷിപ്പ്. അതായത് കെയർ ഗീവിനെ സംബന്ധിച്ചുള്ള ഈ ഒരു 3 ഏരിയയിലുള്ള കൺസെപ്റ്റ് കുട്ടിയുടെ സെൽഫിൻ്റെ ഡെവലപ്മെൻറ്റും റിലേഷൻഷിപ്പിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ഒബ്ജക്റ്റിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഇനി 2 പൊസിഷനെ സംബന്ധിച്ച് ഈ ഒരു തെറാപ്പിക്കകത്ത് പറയുന്നുണ്ട്. അതായത് പാരനോയിഡ് കിസോയിഡ് പൊസിഷനും പിന്നെ ഡിപ്രസീവ് പൊസിഷൻ എന്നിങ്ങനെ 2 പൊസിഷനാണ് പറയുന്നത്. അപ്പം ഒരു 6 മാസത്തിന് മുന്നേ ആണെങ്കിൽ ഒരു പാരനോയിഡ് കിസോയിഡ് പൊസിഷനാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. ഇതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അല്ല ഈ ഇതെന്ന് പറയുന്നത്, പകരം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സ്റ്റേറ്റാണ് ഈ പാരനോയിഡ് കിസോയിഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാരനോയിഡ് കിസോയിഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഇൻഫൻറ്റ് എക്സ്പീരിയൻസ് ദി വേൾഡ് ഇൻ എക്സ്ട്രീം സ്പ്ലിറ്റിംഗ് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് ഇൻ ടു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ്. അതായത് കുട്ടി ഈ ജനനം മുതൽ 4 മാസം വരെയുള്ള പീരീഡിൽ അല്ലെങ്കിൽ 6 മാസം വരെയുള്ള പീരീഡിൽ കുട്ടി കാണുന്നതെന്ന് പറഞ്ഞാൽ ഗുഡ് ഓർ ബാഡ് എന്ന നിലയിലാണ് കുട്ടി എല്ലാ കാര്യത്തിനെയും കാണുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗുഡ് ബ്രസ്റ്റ്, ബാഡ് ബ്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയാണ് കുട്ടി കാണുന്നത്. അല്ലെങ്കിൽ ഗുഡ് പെന്നീസ്, ബാഡ് പെന്നീസ് എന്ന നിലയിലായിരിക്കും കുട്ടി കാണുന്നത്. ഓക്കെ, ഗുഡ് ഓർ ബാഡ് എന്ന നിലയിലാണ് കാണുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിഫെൻസ് മെക്കാനിസമായിട്ടുള്ള സ്പ്ലിറ്റിങ് അല്ലെങ്കിൽ ഈ പ്രൊജക്ഷനൊക്കെയാണ് കുട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടിക്കുണ്ടാകുന്ന ആങ്സൈറ്റികൾ റിസോൾവ് ചെയ്യുന്നത്. കാരണം ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. അതായത് സ്പ്ലിറ്റിങ്ങും പ്രൊജക്ഷനും എന്ന് പറയുന്ന 2 തരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട് കുട്ടി. അതുവഴിയാണ് കുട്ടിക്കുണ്ടാകുന്ന ഈ സമയത്തുണ്ടാകുന്ന ആങ്സൈറ്റികൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിപ്രസീവ് പൊസിഷനിലേക്ക് പോകാം. 4 മാസം മുതൽ അല്ലെങ്കിൽ 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള സമയത്താണ് ഡിപ്രസീവ് പൊസിഷൻ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അതായത് ഈ ഒരു സമയത്താണ് കുട്ടി എന്ത് ചെയ്യും, ഈ ഒരു ഇൻഡിവിജ്വലിന് അതിൽ അമ്മയ്ക്ക്
ഗുഡ് ഓർ ബാഡ് എന്ന നിലയിൽ മാത്രമല്ല, രണ്ട് ക്വാളിറ്റീസ് ഉണ്ട്. അമ്മയ്ക്ക് ചില ഗുഡ്സ് ഉണ്ട്, ചില ബാഡ്സ് ഉണ്ട് എന്ന നിലയിലേക്ക് കുട്ടി ഒരു തിരിച്ചറിവിലേക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിപ്രസീവ് സ്റ്റേറ്റ് എന്ന് പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള തിരിച്ചറിവ് കുട്ടീനെ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സാഡ്നെസ്, ഗിൽട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു ഡിപ്രസീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റിനെ നമ്മൾ പാരനോയിഡ് അല്ലെങ്കിൽ ഇസോയിഡ് സ്റ്റേറ്റ് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, ഇത് രണ്ട് രീതി മാത്രമേ കാണത്തുള്ളൂ. ഒന്നെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ്, അല്ലെങ്കിൽ ഗുഡ് ആർ ബാഡ് എന്ന നിലയിൽ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിനെ പാരനോയിഡ് ഇസോയിഡ് സ്റ്റേറ്റ് എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളാണ് ഈ ഒരു ഒബ്ജക്റ്റ് റിലേഷൻ തെറാപ്പിക്കകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമ്മളിത് പ്രധാനമായിട്ടും ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ല, ചെയ്യാനാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോകേണ്ട ഒരു തെറാപ്പി തന്നെയാണ് ഈ ഒരു ഒബ്ജക്റ്റ് റിലേഷൻ തെറാപ്പി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചുകൂടി തെറാപ്പിയാണ്. നമുക്ക് ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇതിങ്ങനെയാണല്ലോ വന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, നമുക്ക് റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു തെറാപ്പി കൂടിയാണ് ഒബ്ജക്റ്റ് റിലേഷൻ തെറാപ്പി. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ.